ശരിക്കും സ്തുതിയായിരിക്കട്ടെ അച്ഛ. എൻ്റെ പേര് സീമ, സ്ഥലം അടാട്ട്. എനിക്ക് കിട്ടിയ 2 അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്, എൻ്റെ ഹസ്ബൻഡ് ദുബായിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 2nd വീക്കിൽ അവരുടെ മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം അറിയിച്ചു. അവരുടെ കമ്പനി ഭയങ്കര നഷ്ടത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാണ്. അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു കമ്പനിയുമായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം എടുത്ത് മെർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രണ്ടാണെങ്കിലും ജോലിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ നിന്നെ അവിടെ ഒരു സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അധികം ദിവസമൊന്നും പ്രാർത്ഥിക്കാനില്ല. മെയ് 31 ആവുമ്പോഴേക്കും അവരത് നടപ്പിലാക്കും, ആ മാനേജ്മെൻറ്റ് ആ തീരുമാനം നടപ്പിലാക്കും. അപ്പോൾ അതിനു മുന്നേ മാനേജ്മെൻറ്റ് തീരുമാനം മാറ്റണേ എന്ന് പറഞ്ഞ് ഞാൻ 13 ദിവസം ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന ലൈവായി കണ്ട് ഫാസ്റ്റിംഗ് എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയാം, 14ാമത്തെ ദിവസം അവരുടെ ഹെഡ് UK നിന്ന് ദുബായിലേക്ക് വന്ന് ഒരു മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു, മാനേജ്മെൻറ്റ് തീരുമാനം മാറ്റി, കമ്പനി നഷ്ടമാണെങ്കിലും അത് അങ്ങനെ തന്നെ റൺ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ തീരുമാനം മാറ്റിയത് വേറെ ആരുമല്ല, ഇന്നും ജീവിക്കുന്ന ഈശോയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്ന് സാക്ഷ്യം പറയുന്നത്. രണ്ടാമത്തെ, എൻ്റെ അമ്മച്ചി കുറച്ച് നാളായിട്ട് 1-2 വർഷമായിട്ട് ഈ ദിവ്യകാരുണ്യ ആരാധന മുടങ്ങാതെ കാണുന്നതാണ്. അമ്മച്ചിക്ക് കാലിൽ തേയ്മാനം കാരണം കാലിൽ വേദന, പഴുപ്പ്, അങ്ങനെ 1 വർഷക്കാലമായിട്ട് ഇരിക്കാനോ കിടക്കാനോ ഒന്നും ഉറക്കൊന്നില്ലാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടുമായിരുന്നു. അച്ഛൻ്റെ ബന്ധന വിടുതൽ ശുശ്രൂഷയിലെ 1ാമത്തെ ദിവസം തന്നെ അമ്മച്ചിക്ക് നല്ല സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ എല്ലാ പണികളും ചെയ്യാം, പള്ളിയിലേക്ക് പോകാം, മുട്ടുകുത്താം, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അമ്മച്ചിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. താങ്ക് യു ജീസസ്, താങ്ക് യു കാനാട്ടച്ച.